അപ്പോൾ നമ്മൾ ഇതൊക്കെ രാത്രി കാലങ്ങളിൽ വെട്ടിവെച്ചാൽ ഇതിൻ്റെ ചെറിയ വേരൊക്കെ അതിന് കിട്ടിയ പുതിയ മണ്ണിനോട് ഇഴകിച്ചേരാനും അതിൻ്റെ പ്രോസസ്സിങ് ശരിയായ രീതിയിൽ നടക്കാനും ഈ രാത്രിയൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ നമ്മളെ മദർ പ്ലാന്റുകളൊക്കെ കൊതി തീരാതെ കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. പൂവിട്ടും കായ്ച്ചും നിറയെ ഉണ്ട്, നന്നായിട്ട് വളരുന്നുണ്ട്, നല്ല രീതിയിൽ പൂവിട്ട് കായ് പിടിക്കുന്നുണ്ട്. പഴയ പോലെ തന്നെ യാതൊരു മടിയും കൂടാതെ നല്ല രീതിയിൽ കായ പിടിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ നിങ്ങളിൽ പലരും വാങ്ങിയവരുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ 3 ആഴ്ച മുമ്പേ നമ്മൾ എയർ ലെയറിങ് ചെയ്ത് കാണിച്ച തൈകളൊക്കെ വേര് പിടിച്ച് കാണുന്നുണ്ട്. ഇത് കഴിച്ചെങ്കിലേ കൂടുതലായിട്ട് കാണുള്ളൂ, സമയമായിട്ടില്ല. പിന്നെ ഇത് അവിടെയൊക്കെ ഉണ്ട്, വേര് പിടിച്ച് കാണുന്നുണ്ട്. അപ്പോൾ വർഷക്കാലത്തേക്കാൾ എത്രയോ എളുപ്പത്തിലാണ് ഇതൊക്കെ നമ്മൾ വേര് പിടിച്ച് കാണുന്നത്. കാരണം വർഷക്കാലത്ത് ഇത്ര പെട്ടെന്നൊന്നും വേര് പിടിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിത് അതിന് വേണ്ട പാകത്തിനുള്ള വെള്ളങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ രീതിയിലൊക്കെ അതിൻ്റെ ഫലങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഒരാഴ്ചയും കൂടി നമ്മൾ ഇതേപോലെയൊക്കെ നിർത്തണം. നല്ല രീതിയിൽ വേര് വരണം. പിന്നെ നമ്മൾ ഈ മദർ പ്ലാന്റുകളിൽ നിന്നും കുറച്ച് വേര് ഇടാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ കുറച്ച് കട്ട് ചെയ്ത് നിർത്തണം. ഇതിപ്പോൾ മദർ പ്ലാന്റുകളിൽ നിന്നും നമ്മൾ വേർപ്പെടുത്തേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. ഒരാഴ്ചയും കൂടി ഇതുപോലെ നിർത്തണം. അപ്പോൾ അതിന് മദർ പ്ലാന്റിൽ നിന്നും കുറച്ച് നമ്മൾ വേറിട്ട് നിർത്തിയെങ്കിലാണ് നല്ല രീതിയിലൊക്കെ തൈകളൊക്കെ നമുക്ക് ലഭിക്കുള്ളൂ. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യുന്നവരെ 2 ദിവസം കൂടുമ്പോൾ ഇതിലേക്ക് വെള്ളം അടിച്ചു കൊടുക്കണം. കാരണം നമ്മളിത് മദർ പ്ലാന്റിൽ നിന്നും കുറേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മദർ പ്ലാന്റ് ഇനി കൂടുതലായിട്ട് ഇതിന് വെള്ളങ്ങളൊന്നും കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ സിറിഞ്ചിൽ വെള്ളമാക്കിയിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ലെയർ ചെയ്തതാണ് 2-3 ആഴ്ച മുന്നേ. അതിൻ്റെ ശേഷമുള്ളത് വേര് പിടിക്കാനായിട്ടില്ല. അത് വേര് പിടിക്കുന്നവരെ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ സിറിഞ്ചിൽ വെള്ളം അടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളിന്നത് മദർ പ്ലാന്റിൽ നിന്നും റിമൂവ് ചെയ്യുകയാണ്. ഇത് നന്നായിട്ട് വേര് പിടിച്ചതാണ്. അപ്പോൾ 2 ദിവസമായി നമ്മളതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ചയൊന്നും നിർത്തേണ്ട ആവശ്യമില്ല. ചിലതൊക്കെ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മദർ പ്ലാന്റിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഓരോന്നായിട്ട് അപ്പോൾ കുറച്ച് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇപ്പോൾ തന്നെ പൂവും മുട്ടുകളൊക്കെ കാണാനുണ്ട്. നന്നായിട്ട് നിറയെ മുട്ടുകളും പൂളൊക്കെ കാണാനുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യും. കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മളിത് വെക്കുക. പിന്നെ ഇത് വെക്കാൻ വേണ്ടി നമ്മൾ നല്ല കമ്പോസ്റ്റ് മണ്ണും കൂടി കലർന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഇത് നല്ല വളക്കൂറുള്ള മണ്ണാണ് എടുത്തിട്ടുള്ളത്. മണ്ണിനേക്കാൾ കൂടുതൽ നമ്മൾ കമ്പോസ്റ്റ് കളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വളമിട്ട് കൊടുക്കില്ല, വേരൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വളമിട്ട് കൊടുക്കില്ല. നമ്മൾ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കുറേ പേര് ചോദിച്ചവരുണ്ട്. അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്ത് ഇതിൻ്റെ വേരൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ മാത്രം റിമൂവ് ചെയ്താൽ മതി. എന്നാൽ ഒരു കേടുപാടുകളില്ലാതെ നമ്മുടെ പ്ലാന്റുകളൊക്കെ കിട്ടും. നമ്മൾ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ചെയ്യുന്നത് ഇത് പലരും ചോദിച്ചവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. തൈകൾ നടുന്നുണ്ട് എന്നവരറിയണ്ടേ. ഇതിന് ഒരു വലിയ വേര് പൊട്ടിയിട്ടുണ്ട് പുറത്തേക്ക്. ഇനി ഇവിടെയൊക്കെ വേരുണ്ടാവണം. ഇതുണ്ടോ, നമ്മൾ ഇത് വെച്ചിട്ട് കഷ്ടിച്ചൊരു മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ വേരൊക്കെ നന്നായിട്ട് പിടിച്ച്. അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ സിറിഞ്ച് ഉപയോഗിച്ച് വെള്ളം ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നന്നായിട്ട് വേരുകളൊക്കെ വളരും. അപ്പോൾ റിമൂവ് ചെയ്യുന്നത് ഓരോന്നായിട്ട് നമുക്ക് നട്ട് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കമ്പുകളൊക്കെ റിമൂവ് ചെയ്യാനുള്ളതാണ്. പിന്നീട് നമ്മൾ കവറിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കും.
അതിന് ശേഷം നമ്മൾ ചെടി വെച്ച് കൊടുത്ത് ഇതിൽ മണ്ണ് ഫില്ല് ചെയ്യുക. ഇതുപോലെ മണ്ണ് ഫില്ല് ചെയ്തിട്ട് പെട്ടെന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ചെയ്യേണ്ടത് വൈകുന്നേരമാണ്. എന്നാൽ നേരം പുലരുമ്പോക്കിന് അതിൻ്റെ വെട്ടിയെടുത്ത ക്ഷീണമൊക്കെ മാറി അതിൻ്റെ പുതിയതായിട്ടുള്ള വേരൊക്കെ ഇത് സെറ്റായിക്കോളും. പിന്നെ അങ്ങനെ ആകുമ്പോൾ കൂടുതൽ വാട്ടങ്ങളൊന്നും വരില്ല. ഇനി ഏത് വലിയ വേനൽക്കാലത്താണെങ്കിലും രാത്രി കാലങ്ങളിൽ നമ്മൾ ചെടിയുടെ കമ്പളമൊക്കെ മുറിച്ചിട്ടാൽ അതിന് പുലരും വരെ യാതൊരു കോട്ടവും അതിനുണ്ടാവില്ല. അത് രാത്രിയുടെ ഒരു പ്രത്യേകതയാണ്. ഒരു വാട്ടവും അതിന് വരാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ രാത്രി കാലങ്ങളിൽ വെട്ടിവെച്ചാൽ ഇതിൻ്റെ ചെറിയ വേരൊക്കെ അതിന് കിട്ടിയ പുതിയ മണ്ണിനോട് ഇഴകിച്ചേരാനും അതിൻ്റെ പ്രോസസ്സിങ് ശരിയായ രീതിയിൽ നടക്കാനും ഈ രാത്രിയൊക്കെ ഉപകാരപ്പെടും. ഒരു രാത്രി തന്നെ അധികമായിരിക്കും. പിന്നീട് നമ്മൾ പകൽ നല്ല തണലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം തണലത്ത് വെച്ച് കഴിഞ്ഞാൽ ചെടി യാതൊരു കുഴപ്പമില്ലാതെ നമുക്ക് വേര് പിടിച്ച് ലഭിക്കും. അതാണ് നമ്മൾ ഈ വൈകുന്നേര സമയം ഇതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ 7 എണ്ണമാണ് ചെയ്ത് വെച്ചിരുന്നത്. അതിലിപ്പോൾ നമ്മൾ 6 എണ്ണം നമുക്ക് ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് വേര് പിടിക്കാതെ പോയി. ചിലതിന് നല്ല വേരുണ്ട്, ചിലതിന് ചെറിയ വേരുള്ളൂ. അപ്പോൾ ഇനി ഇത് ബാഗിൽ എത്രണ്ണം വേര് പിടിക്കുന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചെയ്ത് വെച്ചതാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഇനിയും 2-3 പ്ലാന്റുകളുണ്ട്, മദർ പ്ലാന്റുകളുണ്ട്. അതിൽ നിന്നൊക്കെ വെട്ടതിന് വേര് പിടിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന എല്ലാവർക്കും, മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.